ഒരുപാട് പ്രതീക്ഷകളോടെ ആദ്യരാത്രിയിൽ തന്റെ ഭാര്യയുടെ അരികിലേക്ക് ചെന്ന അവൻ അവളുടെ സംസാരം കേട്ട് ഞെട്ടിത്തരിച്ചു. വിഷ്ണു, എനിക്ക് നിന്നെ ഒരു ഭർത്താവായിട്ട് അംഗീകരിക്കാൻ കഴിയുന്നില്ല. കാരണം എൻ്റെ സങ്കല്പത്തിലുള്ള ഭർത്താവിൻ്റെ അടുത്ത് പോലും നീ വരില്ല. എൻ്റെ ഈ നശിച്ച ജാതകദോഷം അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇങ്ങനൊരു വിധി വന്ന്. അവളുടെ സംസാരം കേട്ടതും ഭൂമി രണ്ടായി പിളരും പോലെ തോന്നി അവന്. ഒരുപാട് ആലോചനകൾക്ക് ശേഷമാണ് ഇങ്ങനൊരു ആലോചന ശരിയായത്. AC-യുടെ തണുപ്പിലും അവൻ നന്നായിട്ട് വിറക്കുന്നുണ്ടായിരുന്നു. പിന്നെ എന്തിനാടി നീ കല്യാണത്തിന് സമ്മതം മൂളിയത്? പുറത്തേക്ക് വന്ന ദേഷ്യവും സങ്കടവും പരമാവധി നിയന്ത്രിച്ചുകൊണ്ടാണ് അവനത് ചോദിച്ചത്. എല്ലാവരും കൂടി ഉറപ്പിച്ച ശേഷം നിന്റെ ഫോട്ടോ ഞാൻ കാണുന്നത്. ജാതകദോഷമുള്ള പെണ്ണായതുകൊണ്ട് എൻ്റെ ഇഷ്ടങ്ങൾക്കൊന്നും യാതൊരു വിലയുമില്ലല്ലോ. അതുകൊണ്ട് മാത്രം നീ കെട്ടിയ താലി ഇപ്പം എൻ്റെ കഴുത്തിൽ കിടക്കുന്നത്. രാവിലെ തൻ്റെ മുന്നിൽ ചിരിച്ചുകൊണ്ട് താലി കെട്ടാൻ കഴുത്ത് നീട്ടി അവളെ ആയിരുന്നില്ല രാത്രിയിൽ അവൻ കണ്ടത്. ഒരുപാട് പെണ്ണ് കണ്ടതാണ്. തൻ്റെ നിറം കറുപ്പായതുകൊണ്ട് തന്നെ മിക്ക വിവാഹാലോചനകളും ആദ്യത്തെ കാപ്പികുടിയിൽ ഒതുങ്ങി. മോനെ, ഇനി ഇവളായി വീടിൻ്റെ വിളക്ക്. എൻ്റെ കുട്ടി, ഇവൾക്കൊരു കുറവും വരുത്താതെ നോക്കണം എന്ന അമ്മയുടെ വാക്കുകളാണ് അവനെ ചിന്തയിൽ നിന്ന് ഉണർത്തിയത്. അമ്മ അത് പറയുമ്പോൾ അവൻ്റെ മനസ്സ് നീറുകയായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ അമ്മ അവളെ സ്വന്തം മകളെപ്പോലെ സ്നേഹിക്കാൻ തുടങ്ങി. അവനെ മാത്രം അവൾ വെറുപ്പോടെ മാറ്റി നിർത്തി. അവളോട് അവൻ സംസാരിക്കാൻ ശ്രമിച്ചപ്പോഴെല്ലാം മനഃപൂർവ്വം അവൾ ഒഴിഞ്ഞു മാറി. മാസങ്ങൾ കടന്നുപോയി. ഇതിനിടയ്ക്ക് ഒരിക്കൽ പോലും ഒരു ഭർത്താവിനോടുള്ള പെരുമാറ്റവും സമീപനവും അവളിൽ നിന്നുണ്ടായിട്ടില്ല. എല്ലാം സഹിച്ചും ക്ഷമിച്ചും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരു ദിവസം പുറത്തേക്ക് പോയാൻ വീട്ടിലേക്ക് വരുമ്പോൾ അമ്മയെ അടിക്കാൻ വേണ്ടി കൈ ഉയർത്തുന്ന അവളെയാണ് കണ്ടത്. അത് കണ്ടതും അവന്റെ സകല നിയന്ത്രണവും നഷ്ടപ്പെട്ടു. എടി മോളെ, നീ എന്റെ അമ്മേ എന്ന് പറഞ്ഞതും അവന്റെ കൈ അവളുടെ കവിളിൽ പതിഞ്ഞതും ഒരുമിച്ചായിരുന്നു. ഇറങ്ങി മോളെ എന്റെ വീട്ടിൽ നിന്ന്. കല്യാണം കഴിഞ്ഞ അന്നു മുതൽ തുടങ്ങിയാ നീ. എന്നാ കേട്ടോ, നിന്റെ അച്ഛനോട് പറഞ്ഞ് എന്റെ കുട്ടിക്ക് നിന്നെ കെട്ടാൻ സമ്മതാണെന്ന്. ഒരുപാട് കല്യാണങ്ങൾ മുടങ്ങി നിൽക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സന്തോഷം നൽകുന്ന കാര്യമായിരുന്നത്. നിന്നോട് സമ്മതം ചോദിച്ചില്ല എന്നൊരു തെറ്റേ ഞാൻ ചെയ്തുള്ളൂ. അതിന് നീ ഇപ്പം എന്നെ പരമാവധി ശിക്ഷിച്ചു. എന്റെ നിറങ്ങനെ കറുപ്പായത് എന്റെ തെറ്റാണോ? അത് പറയുമ്പോൾ അവന്റെ ശബ്ദം ഇടറിയിരുന്നു. ഈ നിറത്തിന്റെ പേരിൽ പലരുടെ മുന്നിൽ അപഹാസ്യനായിട്ട് നിന്നപ്പോഴും എന്നെ നെഞ്ചോട് ചേർത്ത് നിർത്തി എന്റെ അമ്മ, ആ അമ്മയുടെ നിൽക്ക ഇന്ന് നിന്റെ കൈ ഉയർന്ന്. അതുകൊണ്ട് ഇനി ഞാൻ വരുമ്പോൾ നിന്നെ ഇവിടെ കാണരുത്. അതും പറഞ്ഞുകൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ ഇതുവരെ കാണാത്ത അവന്റെ ഭാവമാറ്റം കണ്ട് പേടിച്ചരണ്ട് നിൽക്കുകയായിരുന്നു അവൾ. ഒരുപാട് വൈകിയാണ് അന്നവൻ തിരിച്ചു വന്ന്. അമ്മേ, അവളോടെ? അവള് പോയി മോനെ, നീ അടിക്കണ്ടായിരുന്നു. അത് പറയുമ്പോൾ അമ്മയുടെ കണ്ണുകൾ കലങ്ങിയിരുന്നു. അത് പിന്നെ അമ്മയെ അവള് എനിക്ക് നിയന്ത്രിക്കാൻ പറ്റിയില്ല. അങ്ങനെ പറ്റിപ്പോയി. കുറച്ച് കഴിയുമ്പോൾ വന്നോളൂ, അമ്മ വിഷമിക്കണ്ട. സമയം കഴിയുന്തോറും അവന്റെ മനസ്സിലേക്ക് എന്തോ ഒരു ഉൾഭയം പോലെ തോന്നി അവന്. എന്തായാലും അടിക്കണ്ടായിരുന്നു. അവന്റെ മനസ്സിൽ എന്തോ ഒരു കുറ്റബോധം തോന്നി. മോനെ, നീ ഒന്ന് പോയി നോക്കി വായോ. അവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് പുറത്തേക്ക് പോയി. ഈ സമയം അവൾ അവിടെ ആത്മാർത്ഥ കൂട്ടുകാരി അനിതയുടെ വീട്ടിലായിരുന്നു. നിനക്കിത് എന്തു പറ്റി അച്ചു? വന്ന മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്തായാലും നീ എന്നോട് പറയും എന്ന് പറഞ്ഞതും ഒരു പൊട്ടിക്കരച്ചിലാണ് അനിതയെ വരവേറ്റത്. അവൾ കല്യാണം കഴിഞ്ഞ അന്നു മുതലുണ്ടായ കാര്യങ്ങളെല്ലാം അനിതയോട് പറഞ്ഞു. നീ എന്ത് പണിയാ കാണിച്ച്? അത് നിന്റെ ഭർത്താവിൻ്റെ അമ്മയല്ലേ? അത് നീ ചെയ്തെന്നാലും മോശം തന്നെയാ. അതെൻ്റെ അപ്പോഴത്തെ ദേഷ്യത്തിൽ അങ്ങനെ സംഭവിച്ചു പോയതാ. പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അവളത് പറഞ്ഞത്. നീ നിന്റെ ഭർത്താവിനോട് ചെയ്ത് എന്തായാലും പൊറുക്കാൻ പറ്റാത്ത തെറ്റ് തന്നെയാണ്. പിന്നെ അവൻ നിന്നെ തല്ലിയത് അത് നീ തന്നെ പറഞ്ഞല്ലോ. തെറ്റ് നിന്റെ ഭാഗത്താണെന്ന്. അവൻ്റെ വീട്ടിൽ എല്ലാവിധ സ്വാതന്ത്ര്യവും നിനക്ക് ഉണ്ടായിരുന്നില്ലേ? നീ അവൻ്റെ റൂമിൽ തന്നെ ഇപ്പോഴും കിടക്കാറ്. അവന് നിന്നെ കീഴ്പ്പെടുത്താൻ ഒരു കൈ ഉണ്ടായാൽ മതി. എന്നിട്ട് ഇത്രയും ദിവസങ്ങളായിട്ടും അവൻ നിന്റെ സമ്മതമില്ലാതെ നിന്റെ ശരീരത്തിൽ തൊട്ടില്ലെങ്കിൽ അതവൻ്റെ മാന്യതൊന്നുകൊണ്ട് മാത്രമാണ്. അവൻ്റെ ശരീരത്തിന് മാത്രമേ കറുപ്പ് നിറമുള്ളൂ. നിന്റെ മനസ്സിനാണ് ഈ കറുപ്പ് നിറം. അനിത അത് പറയുമ്പോൾ അവൾ വാക്കുകൾ കിട്ടാതെ പരതി. എനിക്കിപ്പോൾ എൻ്റെ ഏട്ടനെ കാണണം. ചെയ്തു പോയ തെറ്റുകൾക്ക് എനിക്ക് ആ കാലിൽ വീണ് മാപ്പ് പറയണം. പൊട്ടിക്കറിഞ്ഞുകൊണ്ടാണ് അവളത് പറഞ്ഞത്. ഇനി എനിക്ക് എൻ്റെ ഏട്ടൻ്റെ പെണ്ണായി ജീവിക്കണം, മരണം വരെ. അതിന് അനുവാദം ചോദിക്കണം, ആ കാലിൽ വീണുകൊണ്ട്. പിറ്റേ ദിവസം അനിതയും കൂട്ടി വിഷ്ണുവിൻ്റെ വീട് ലക്ഷ്യമാക്കി പോയപ്പോൾ വീടിൻ്റെ മുന്നിലെത്തിയതും നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന ആൾക്കൂട്ടത്തെയാണ് അവൾക്ക് കാണാൻ സാധിച്ചത്. കാര്യമെന്താണെന്നറിയാതെ അവൾ മുന്നോട്ട് നടന്നു ചെന്നപ്പോൾ കണ്ട കാഴ്ച ചേതനയറ്റി കിടക്കുന്ന തൻ്റെ വിഷ്ണുവേട്ടൻ്റെ ശരീരം. ഒരു പൊട്ടിക്കരച്ചിലോടുകൂടി അവൾ അനിതയുടെ തോളിലേക്ക് തളർന്നു വീണു. തളർന്നു കിടക്കുന്ന അവളുടെ അരികിലേക്ക് വന്നുകൊണ്ട് അവൻ്റെ അമ്മ പറഞ്ഞു. ഓള് വിഷമിക്കേണ്ട, എൻ്റെ കുട്ടിക്ക് അത്രേ ആയുസ്സുണ്ടാവും. ഇന്നലെ ഏറെ വൈകി നിന്നെ കാണാത്തതുകൊണ്ട് നിന്നെ അന്വേഷിച്ച് പുറപ്പെട്ടതാ എൻ്റെ കുട്ടി. പക്ഷെ വിധി എൻ്റെ കുട്ടി ഒരു കാറിൻ്റെ രൂപത്തിൽ. വാക്കുകൾ മുഴുമിക്കാനാവാതെ അവൻ്റെ അമ്മ പൊട്ടിക്കരഞ്ഞു. ഇതെൻ്റെ കുട്ടി അവസാനമായിട്ട് നിനക്ക് തരാൻ വേണ്ടി തന്നതാ. അവളുടെ കയ്യിലേക്ക് ഒരു കവർ നീട്ടിക്കൊണ്ട് ആ അമ്മ അത് പറഞ്ഞു. അത് തുറന്നു വായിച്ച അവൾക്ക്
തൻ്റെ കണ്ണിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന കണ്ണീരിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. നിന്നെ താലി കെട്ടിയ അന്ന് മുതൽ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു. നിന്നെ ഒരുപാട് ഞാൻ സ്നേഹിച്ചിരുന്നു. എന്നെ കളിയാക്കിയവരുടെയും അപമാനിച്ചവരുടെയും മുമ്പിൽ നിന്നെ എനിക്ക് ഭാര്യയായി കിട്ടിയപ്പോൾ അതിൽ ഞാൻ എൻ്റെ കുറവുകൾ മറന്ന് മനസ്സുകൊണ്ട് ഒരുപാട് സന്തോഷിച്ചു. ദൈവത്തിന് നിരക്കാത്തതാണ് ഞാൻ ചെയ്തത്. അതുകൊണ്ട് തന്നെയാവും നിനക്കും എന്നെ ഇഷ്ടപ്പെടാതിരുന്നത്. ഒരുപാട് തവണ നീ എന്നോട് പറയാതെ പറഞ്ഞ കാര്യം, ഡിവോഴ്സ് പേപ്പർ. അത് വായിച്ചു തീർന്നപ്പോഴേക്കും ആ ഡിവോഴ്സ് പേപ്പർ അവിടെ കണ്ണീരിനാൽ കുതിർന്നിരുന്നു.